അടുക്കളയിൽ വന്ന് നീ എന്നെ കണ്ടാലും അതുകൊണ്ട് നീ അങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കാം. ആഹാരം കഴിക്കുന്ന വീഡിയോ കഴിച്ചിട്ടേ അപ്പം വന്ന് നിന്റെ ഒരു വീഡിയോ ഒന്നും ഉണ്ടോ? നമ്മുടെ മാങ്ങ എന്നിട്ട് കഴുകിയിട്ട് ആദ്യം എല്ലാവരും സഹായിക്കേണ്ടി വരും. നല്ല കിളിമോക്കല്ല, നല്ല മൂവാണ്ട മാങ്ങയാണ്. നല്ല അച്ചാറിടാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മൾ കഴുകിയെടുക്കണം. മണം വേണ്ട അല്ലേ കേട്ടാ? മൂവാണ്ട മാങ്ങ പറഞ്ഞല്ലേ സംഭവം സെറ്റല്ലേ? നല്ല മഴമൂട്ടവും മൂവാണ്ടനും എല്ലാം ആയിട്ടും എൻ്റെ സംഭവം. അത് കഴുകി എല്ലാവരും എടുത്തോ. അപ്പോൾ നമ്മൾ സാധനം അരിയാനുള്ള പരിപാടി പോകും. വീട്ടിൽ നമ്മുടെ അരിഞ്ഞു കൊടുത്താളി നമ്മുടെ കത്തി അവിടെ എല്ലാം മൂർച്ച കൂടി കത്തി ഉണ്ടല്ലോ. ആ കത്തിയാ അടിപൊളി കത്തി. എന്താണ് രണ്ട് കത്തിൻ്റെ കൊണ്ട് കാര്യമില്ല. ഇത് മൂർച്ച കമ്മി, ഇത് മൂർച്ച കൂടുതലുള്ള വാൾ കത്തി. കഴുകട്ടേട്ടാ ഇത്തിരി ചന്തി കാണിക്കുന്ന അവിടെ മൂർച്ചയൊക്കെ ആക്കിയിട്ടേ അല്ലേ ദേവേട്ടാ? മാങ്ങ മുറിക്കുമ്പോൾ അതല്ല, ഇനി മാങ്ങ മുറിക്കുമ്പോൾ മാങ്ങ മുറിക്കുക കൈ മുറിക്കുകയാണെങ്കിലും ഒന്നും വേണ്ട. ഇപ്പൊ ദേവേട്ടാ ആ കഴുകലെടുക്കുക. ഈ കഴുകലൊന്നും വേണ്ട. അതെ അതൊരു ഡയലോഗ്. ഇപ്പൊ കത്തി അത്യാവശ്യം മൂർച്ചയായിട്ടില്ലേ അല്ലേ? ആടാ മാങ്ങ പഴുത്തു. രവിയേട്ടോ മാങ്ങ നോക്ക്. ഒരു പീസ് തന്നോട്ടെ. അപ്പൊ ഇത് അച്ചാർ എങ്ങനെ ഇടുക രവിയേട്ടാ? അയ്യേ, ഇത് സംഭവം പഴുത്തു. നമ്മൾ അടിപൊളി പച്ചമാങ്ങ. ഇത് പഴുക്കോ? ഇല്ല, പഴുക്കോ? നമ്മൾ അടിപൊളിയായിട്ട് പച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കൊണ്ടുവന്നിട്ട് കൂടെ അച്ചാറിട്ട് കൊണ്ടുവന്നാ ഇതിൽ വലിപ്പമുള്ളതിന് മാറ്റി വയ്ക്കാൻ അല്ലേ? ഇല്ല ചന്തോട്ടാ, അത് നല്ലത്. നമ്മളെ പുളകൾ എടുത്തോ, എടുത്തോ തൂക്കി കൊടുക്ക്. നോക്കാം. പുളക്കെടുക്കും. ഈ ചെറുത് മാത്രം എടുക്കാല്ലേ ദേവേട്ടാ? കുഴിയാത്തത് ചെറുത് മാത്രമേ കണ്ണുള്ളൂ. അല്ല, ഈ മൂക്ക് കുഴിയാത്തതല്ലേ ഇപ്പൊ പഴുക്കാത്തുള്ളൂ. ഇതെന്താണിതാ ഈ മൂക്ക് മറ്റേ ഇതുള്ളതൊക്കെ ചനഞ്ഞുണ്ടാവും. മുറിക്കുമ്പോ മാറ്റിയാൽ മതി. വിട്. ചെറുത് എന്നാലും എല്ലാത്തിനും കേട് വരുത്താൻ പറ്റുമോ? ആ ഇത് ഓക്കെ, ഇത് കുഴപ്പമില്ല. അപ്പൊ മുറിക്കുമ്പോൾ നോക്കാം അല്ലേ? അപ്പൊ മുറിക്കാനുള്ള പരിപാടിയിൽ പോവാണ്. ഇതിൽ തന്നെ മുറിച്ചിടാൻ പോകണം കേട്ടോ, കഴുകിയതല്ല. നമുക്ക് ഉണ്ടാക്കണം, നാലാക്കണം. ശരി രവിയേട്ടോ? ചെറുതല്ല. അത് നീളത്തിലാക്കി ചെറുത്. രവിയേട്ടോ ഈ ലെവലിൽ പോരെ? നീളം ഒരുപാട് വലുപ്പമായില്ല. അല്ല ഈ ലെവലിൽ വേണ്ടേ? രവിയേട്ടോ അല്ല ഈ ലെവലിൽ പോരെ നമുക്ക്? മതിയോ? അതോ ഇതിനെ കുറച്ചും കൂടി ചെറുതാക്കണം. നമുക്ക് രവിയേട്ട കാർന്ന് ചേച്ചി വാ, എന്തായാലും മുറിക്കട്ടെ. അതിൻ്റെ അടിയിൽ കുറച്ച് സാധനം കൊടുത്ത് ഗ്യാസ് രവിനൊന്ന് പിടിക്കട്ടെ. വെറുതെ 2 കിലോനായി. ഒരു ചെറുതും കൂടി തന്നോ? 2 വേണ്ട, 1.5 മതിയാ? 1.5 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ നമ്മ വേണ്ടേ? രൂപ രവിട്ടാ ഏർപ്പെടുത്തു അല്ലേ? കുറച്ച് തരാറോ പോരെ? വേറൊന്നും വേണ്ട.
50 രൂപ. സ്ഥിരം കൊണ്ടുവരുന്ന സാധനമാണ്. അല്ല നീ വേവിച്ചിട്ട് കൊണ്ടുവരണം കിട്ടാ. 50 രൂപ. ഞാനേ സ്ഥിരം കൊണ്ടുവരുന്ന സാധനമാണ്. ഒരു കംപ്ലൈൻറ്റോ ഒന്നും കൂടെ ആരും പറഞ്ഞു വെക്കാറില്ല. അപ്പൊ 5 5 10 പേർ നീ വേണം. ഇത് 14. അപ്പൊ നമ്മൾ ചെറിയ 1-2 ചേച്ചിമാർ വന്നപ്പോൾ ഒരു സാധനം കൊടുക്കാൻ എന്നാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ഉടായ്പ പരിപാടിയാണ് ഈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വീട്ടിൽ ഇന്നലെ കൊണ്ടുപോയായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഇന്നലെ സമയം കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പം ഇന്ന് തിരക്കില്ലാത്ത ഒഴിവ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ മുറിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയി ബാക്കി പണി നോക്കാമെന്നുകൊണ്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മുറിച്ച് തള്ളാൻ പോകുന്നത് കൂടുതൽ സമയം നിൽക്കുന്നില്ല. രവിയേട്ടാ ഒരുപാട് ചെറുതാക്കണ്ടല്ലോ. ഈ കഷ്ണം പോലെ മതിയാ? അതാ നിങ്ങളെത്ര ഇറങ്ങാം? അല്ല അതെങ്ങനെ ഇറങ്ങാം? ഇത് മതിയില്ലേ? നമ്മുടെ മാങ്ങനെ എന്തായാലും അരിഞ്ഞ് തള്ളുകയാണ് നമ്മൾ. നല്ല ചുണങ്ങാണ്. ചുണങ്ങൊക്കെ ഇങ്ങനെ ചെത്തിയിട്ട് നമ്മൾ സാധനമില്ലേ ഉണ്ടാക്കുന്നത് സത്യം പറയാലോ ആളുകൾക്ക് കൊടുക്കാനാണ്. നമ്മൾ പ്യുവറായിട്ട് ഉണ്ടാക്കുള്ളൂ. നല്ല നല്ല ടേസ്റ്റായിട്ടും നല്ല നാച്ചുറലായിട്ടും നമ്മൾ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുള്ളൂ. അത് വേറെ വശത്താണ്. എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കി ആളുകൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ആളുകൾക്ക് രണ്ടാം പറയൊക്കെ മേടിക്കാൻ പറ്റില്ല. ഏട്ടാ അന്ന് നിങ്ങൾ തന്ന അച്ചാറുകളൊക്കെ നന്നായിട്ട് ഇനിയില്ല ചോദിച്ചു. നമ്മൾ വീണ്ടും ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ കയ്പ്പയ്ക്ക് ഉണ്ടാക്കി, നാരങ്ങ 2-3 പ്രാവശ്യം ഉണ്ടാക്കി. ഇനി മീൻ ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. ഇപ്പം മാങ്ങ ഉണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ മത്തി ഉണക്കമീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ അച്ചാറിടാനുള്ളൊരു സാമ്പിൾ വെടിക്കിട്ടുണ്ട്. അത് സെറ്റായി പറഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. നല്ല ചൂര ഉണക്കിയത് നല്ല കല്ല് പോലെ ഉള്ളത് വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഞാൻ പിന്നെ നടത്തോളാം. എന്തിനാ തുണിക്കടയിൽ പിടിക്കുന്നത്? തുണിക്കട അവിടെ നിൽക്കട്ടെ, നമ്മൾ നമ്മുടെ പണി നോക്കട്ടെ ഏട്ടാ. എന്തിനു വെറുതെ ആവശ്യമില്ലാതെ നിൽക്കണേട്ടാ. എല്ലാ ഭാവവും പെടും. മാങ്ങ മാറ്റിയിരിക്കുന്നത് നമുക്ക് എന്താ പറയുക സാധനം ടേസ്റ്റ് വേണം. അതേപോലത്തെ പച്ച വേറെ എന്താ രസം ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ചയായിട്ട് ഒരു മനുഷ്യൻ്റെ കുട്ടികൾ കടയിലില്ല. ആ ഒരു വേക്കൻസിയിലാണ് നമ്മുടെ കലാപരിപാടി. എന്താ വെച്ചാൽ പൊതുവെ മഴമൂട്ടമുണ്ട്. തമിഴ്നാട് ഫുള്ള് മഴയായതുകൊണ്ട് ക്ലൈമറ്റ് രൂപമില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ മാങ്ങ പിടിക്കുമ്പോൾ അത് പറയാം ടച്ചിങ് പറ്റിയ സാധനം പറയുന്നത്. പച്ച മാങ്ങയല്ലേ. ഇവര് പിന്നെ കഴിക്കാത്ത ആൾക്കാരായതുകൊണ്ടേ വണ്ടി ഫീൽഡിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ കഴിക്കില്ല. ഇവർ കഴിക്കുന്ന സംഭവം അറിയില്ല. ആ വണ്ടിയിൽ നിന്ന് പാത്രം കൊണ്ട് വരാം. രണ്ടാളാ 3 തരം ടേസ്റ്റ് ആണ്. ലാസ്റ്റ് മാമ്പഴ പുളിശ്ശേരി ആയി പറയാൻ പാടുള്ള ആൾക്കാരെ നമ്മൾ സാധനം നല്ല ഫീവർ ഇതൊക്കെ നമ്മുടെ മാങ്ങ ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നേരം ചെനഞ്ഞതുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മളേ വേണ്ട നല്ല പ്യുവർ പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ നല്ല മൂവാണ്ടം മാങ്ങയാണ് കേട്ടോ. നാട്ടിൻപുറത്ത് കിട്ടുന്നതേ. ഇപ്പോൾ അണു സീസണാണ്, എവിടെയും കിട്ടില്ല. നമ്മൾ കിട്ടാത്ത സമയത്താണ് ഈ പരിപാടി. മാങ്ങ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടോ. 10-50 രൂപ വിലയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ അച്ചാറിടുന്ന പരിപാടി ചെയ്യുന്നത്. നമുക്കെന്താ സംഭവം ചോദിച്ചാൽ സാധനം നന്നായി ഉണ്ടാക്കി കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം സർബത്ത് ഉണ്ടാക്കി തകർത്തു നമ്മൾ. അതേപോലെ സീസൺ അനുസരിച്ച് ഓരോ പരിപാടി തകർക്കണം. വേറെ പരിപാടിയേ ഇല്ല. എന്താ ചെയ്യുക? എന്നാ കത്തി മുറിച്ച് കഴിക്കി മധുരമുണ്ടോ നോക്ക്. പഴുത്ത മാങ്ങയും പച്ച മാങ്ങയൊക്കെ ആയിട്ട് നല്ല മധുരമുണ്ട്. പഴുത്തു, അതാണ് സംഭവം അല്ലേ? ഈ പന്നകള് ഭയങ്കരമായ ശല്യക്കാരാണ് ഇവിടെ. അപ്പോൾ അത് കളിക്കുകയാണ് ഇവിടെ. നമ്മുടെ നായ്ക്കുട്ടികൾ നമുക്ക് നല്ല ശല്യമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവന്മാർ ഇടിക്കാൻ സമയമായി തോന്നുന്നുണ്ട്. ഇവന്മാർ ഫുൾ കളിയും തിരക്കാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല മാങ്ങയൊക്കെ സെറ്റാക്കി നമ്മൾ മുറിച്ച് തള്ളിയിരിക്കുകയാണ്.
അവിടുത്തോ സംഭവം നല്ല സെറ്റാക്കിയിട്ട് ഉണ്ട്. ഇനി അപ്പോൾ നമ്മുടെ അച്ചാറ് മാങ്ങ സെറ്റായിട്ടുണ്ട്. ഏകദേശം നമ്മൾ അരിഞ്ഞ് തള്ളി ഏകദേശം കഴിഞ്ഞു. നല്ല മഴയുള്ളതുകൊണ്ട് ആളുകളും ഇല്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് അരിയാൻ നല്ല സാവകാശം കിട്ടും. സംഭവം ഈ ലെവലിലായിട്ട് നോക്കി അടിപൊളി സംഭവം സെറ്റാക്കിയിട്ട് നാളെ നമുക്കിതിന് അച്ചാറ് നല്ല കറിവേപ്പിലയും എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള പരിപാടി ചെയ്യാൻ പോകുന്നു കേട്ടോ. അല്ലേ സെറ്റായിട്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് കൊടുത്താൽ ഉഷാർ. അപ്പോൾ നമ്മൾ നമ്മുടെ മാങ്ങയൊക്കെ സെപ്പറേറ്റ് മാറ്റി വെക്കട്ടെ. പറ്റുള്ളൂ അത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മാങ്ങ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ജഗ്ഗു മാങ്ങൻ്റെ പ്രിയനാണ്. അങ്ങനെ പഴുത്തുണ്ടോ? വെരി നൈസ്. അത് പിടിച്ചോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇടാൻ പോകണം കേട്ടോ. മുളക് പൊടി ഇടാൻ പോകണേ. മുളക് തിരുമ്പി സെറ്റാകുമ്പോഴേ നന്നായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് അതിന് പോകണേ. പിന്നെ ഉപ്പുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. അതിനെ പിടിക്കാൻ കഴിക്കാം. ഇട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ മുളക് പൊടിയും ഉപ്പൊക്കെ സെറ്റായി. അപ്പോൾ അതിൽ രസമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതെടുക്കുക. ഇത് കളിക്കും. നമ്മുടെ ഇതിൽ മാങ്ങ അങ്ങോട്ട് ഇട്ടപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല സംഭവം നോക്കിയപ്പോൾ നമുക്കത് പാത്രം മാറ്റിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാവായ കറക്റ്റാണ് എന്താ അല്ലേ? മാങ്ങച്ചേട്ടനെ സെറ്റാക്കിയിരിക്കുന്നു അല്ലേ? ഉപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പോയി ചേട്ടായി വരെ എന്താ വെച്ചാൽ ഇതാണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ അങ്ങനെ മുളക് പൊടി പോയിരിക്കണേ. അപ്പോൾ അയ്യോ ഇവിടെയൊക്കെ കാണിച്ചേ, ഇവിടെയൊക്കെ കാണിച്ചേ മുളക് പൊടി പോയിരിക്കുന്നു. അയ്യോ മുളക് പൊടി പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാത്രം മാറ്റിയത്. ഉപ്പ് കുറച്ചും കൂടി വേണം. വേണ്ടേ മതിയില്ലേ? നോക്കണം. വെറുതെ അല്ല, വെള്ളമാവും. നേരം വെള്ളം വിളിക്ക് വെള്ളമാവും. ഇത് ഉപ്പല്ലേ? ഉപ്പ് സെറ്റായിട്ട് വില പോടാം. പോ വിലക്ക് നന്നായിട്ടേ പോടാ. വില പോ. നന്നായി ഇളക്കി കൊടുക്കണേ. അവിടെ കൂടുതൽ ഉപ്പുണ്ടല്ലോ, ആവശ്യത്തിന് പിന്നിട്ടാ പോരെ. വായ ഇടാൻ പറ്റില്ല, പിടിക്കാൻ മതി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറേശ്ശേ നമ്മൾ ഉപ്പും മുളക് ഇട്ടിട്ടുള്ളൂ ചേട്ടാ ഇവരെ. എന്താ വെച്ചാൽ നാളെ നമുക്ക് സെറ്റാകുമ്പോൾ ചിലപ്പോൾ ഇനി ഉപ്പൊക്കെ കൂടുകയെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ പഴയ സ്ഥലത്ത് നമ്മുടെ സ്ഥലത്ത് തന്നെ വയ്ക്കാം അല്ലേ? അപ്പോൾ ഓക്കെ ഇതൊക്കെ മാറ്റി ഇവിടെ ഇതെന്താ അവിടെ പടം എണ്ണ കറിവേപ്പില വേണം. ഇഷ്ടം പോലെ ഒന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിക്കാൻ പോവാണേ.
അപ്പൊ നമ്മുടെ മാങ്ങ ഇന്നലെ ഇട്ട് വെച്ചതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ നോക്കണമത്തെ കഴിച്ചു നോക്കടാ, ഇരുപൊന്നും ഉണ്ടാവില്ല. കഴിച്ചു നോക്കി ഇരുപൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ? ഓ പിന്നെ എരിവുണ്ട് കൊടുക്കും. ചൂടായിട്ട് എണ്ണ ചൂടായിട്ട് പോകണം. അപ്പൊ നമുക്ക് കടുകിടാൻ പോവാണേ. ഒരു നുള്ള് ഉലുവ ഇടാൻ പോവാണേ. വറമുളക് ഇടാൻ പോവാണേ. വറമുളക് ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് അച്ചാർ പൊടി ഇടാൻ പോവാണേ. അരിയുണ്ട് കുറച്ച് കറുവേപ്പില ഇടാൻ പോണേ. മുളക് പൊടി കൂടി ഇടാണ് കേട്ടോ. നമ്മുടെ മാങ്ങ നമ്മൾ കുറേശ്ശെ കൊട്ടി കൊടുക്കാൻ പോകുന്നു കേട്ടോ. അവർക്ക് കുറച്ച് കൊട്ടാൻ പോകണേ. പോരാണ്ടോ അങ്ങോട്ട് ഇടയ്ക്ക് സെറ്റാകാറില്ലേ അല്ലേ? പൊടി വിനാഗിരി കുറച്ച് കല്ലുപ്പൊടി വേണേ. അപ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടി ഇടണേ. അച്ചാറിൻ്റെ ഘടകം പറഞ്ഞ കായപ്പൊടിയാണ് കേട്ടോ. ഏകദേശം നമ്മുടെ മാങ്ങാച്ചാർ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മുടെ വിനാഗിരി ഒഴിക്കാൻ പോകാം കേട്ടോ. ഇത് വിനാഗിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ വിനാഗിരിയാണ്. വിനാഗിരി ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ നമ്മൾ ചെറിയ തുളയിട്ടിരിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഇങ്ങനെ ആക്കാൻ വേണ്ടി. കൂടുതലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമേ. അപ്പോൾ നമ്മുടെ അച്ചാർ കൂട്ടൻ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അച്ചാർ കൂട്ടൻ ശരിയായിട്ടുണ്ട് ഏകദേശം. നമ്മൾ ഇതിനെ ഇറക്കാൻ പോകണം കേട്ടോ. നല്ല ചന്തമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അച്ചാർ കൂട്ടൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മൾ വിനാഗിരി, കായപ്പൊടി അങ്ങനെ എല്ലാം നമ്മുടെ ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കാം കേട്ടോ. കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുന്നത്. ഉപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പുളിയുണ്ട്. ഞാൻ നോക്കട്ടെ.
ഞാൻ നോക്കട്ടെ കേട്ടോ. ആ എന്നാ കൈയിട്ട് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ടാ? കഴിച്ചു നോക്കടാ. നന്നായിട്ടാ? കുറച്ച് പുളിപ്പ് കൂടി അത് വേണം. അപ്പം ശരി, ഇത് പിടി. അപ്പം നമ്മുടെ അച്ചാർ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഇറക്കി വെക്കാൻ പോകാം കേട്ടോ. ഇവിടെ മൊത്തം വെക്കാൻ പോവാണ്. അപ്പൊ ഇറക്കി വെക്കും പരിപാടി. ഇറക്കി വെക്കാൻ പോവാണ്.